വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസത്തെ അധ്വാനങ്ങൾക്ക് ശേഷം ദൈവം നമ്മളെ ഇന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ വിശുദ്ധ കുർബാനയിലെ തിരുമുഖത്തെ സ്നേഹിക്കുന്ന, ഈശോയുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്ത തിരുവചനത്തെ സ്നേഹിക്കുന്ന തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൽ 3-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ 16-17. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ. സ്നേഹം നിറഞ്ഞവരെ, വചനം ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത്. വചനത്തിലൂടെ ഈശോ പറഞ്ഞു തുടങ്ങുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇതൊരു ചോദ്യമാണ്. ഈശോ ചോദിക്കുകയാണ്, അറിയുന്നില്ലേ? നമ്മൾ പലപ്പോഴും ഇത് അറിയുന്നില്ല. നമ്മുടെ അറിവിൽ ഇത് ഒരു അറിവായിട്ട് രൂപം കൊണ്ടിട്ടില്ല. എന്ത്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണെന്നും എൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആലയമാകുന്ന ശരീരത്തിനുള്ളിൽ വസിക്കുന്നു എന്നുള്ള ദൈവികമായ അറിവ് നമ്മൾ അറിയുന്നില്ല. ഈ അറിവില്ലാതെയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഈ ഒരു അറിവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ മിനിറ്റിലും, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ മിനിറ്റിലും നമ്മൾ ചുവടുകൾ വയ്ക്കുമ്പോൾ, ചിന്തകൾ രൂപം കൊള്ളിക്കുമ്പോൾ, നമ്മുടെ വാക്കുകൾ ഓരോന്നായിട്ട് അധരങ്ങളിലൂടെ നമ്മൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുമ്പോൾ, നമ്മുടെ ഭാവനകൾ രൂപം കൊള്ളിക്കുവാൻ ആരംഭിക്കുമ്പോഴൊക്കെ ഈ ഒരു അറിവിൽ നിന്നായിരിക്കണം. നമ്മുടെ ഓരോ ചുവടുകളും, ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും ഈ അറിവിൽ നിന്നായിരിക്കണം. എന്ത്? ഞാൻ ദൈവത്തിൻ്റെ ആലയമാണെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന്, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം അറിവായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു അറിവ് നമ്മൾ കിട്ടുന്നതിന് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകുന്ന പ്രഭാതം, സായാഹ്നം, രാത്രി, മധ്യാഹ്നം, ഈ സമയമൊക്കെ ഒരു ദിവസം അങ്ങ് ദാനമായി നൽകുകയാണ്. അങ്ങ് ദാനമായി നൽകുന്ന ഒരു ദിവസത്തിൽ ഈ അറിവിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഈശോ പറയുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണെന്നും എൻ്റെ ഉള്ളിൽ അങ്ങയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള അറിവ് തരണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഒരു ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മീയ അറിവ് എന്നിവിടെ രൂപം തരണമേ. ദൈവമേ
സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ സ്നേഹിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത വചനം ഇതാണല്ലോ. നമ്മൾ സ്നേഹിക്കുവാനായിട്ട് ഈശോയുടെ അതിരത്തിൽ നിന്ന് വന്ന ഈ വചനമാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് വിശുദ്ധ പൗലോസിലെ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് സ്നേഹിക്കുന്നത്. വചനം ഇതാണല്ലോ: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദേവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വചനം നമ്മൾ സ്നേഹിക്കണം. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ആ ആലയം നിങ്ങൾ. ഇന്ന് രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ ഈശോയോട് ഈ വചനം പറഞ്ഞ് ഈശോയോട് സംസാരിക്കാം. ദൈവത്തിൻ്റെ ആലയമാണെന്നും ദേവാത്മാവിനിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഈ വചനം കണ്ണടച്ച് ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിൽ സ്നേഹത്തോടെ ഈ വചനം പ്രാർത്ഥിക്കണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്: ദൈവത്തിൻ്റെ ആലയമായി നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നാളെ പ്രഭാതത്തിലെ ഓരോ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും നമ്മൾ രൂപപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറാതെ നാളെ രാവിലെ എഴുന്നേറ്റ് സായാഹ്നം വരെ നമ്മുടെ ആലയമാകുന്ന ശരീരത്തെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചുകൊണ്ട് അനാവശ്യമായ പാപകരമായ മ്ലേച്ഛകരമായ ലോകത്തിൻ്റെ പിശാചിൻ്റെ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞ് കൃപയിൽ തട്ടിക്കളഞ്ഞ് സൂക്ഷിക്കും, വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി to